ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ നല്ല രുചികരമായിട്ടുള്ള ചക്കക്കൂട്ടാനുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ചക്കയും ചക്കക്കുരുവും കഴുകി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും ഇതിനു വേണ്ടിയിട്ടുള്ള തേങ്ങ അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി അര തേങ്ങാമുറി ചിരകിയത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്, 4 ചെറിയ ഉള്ളി, 4 അല്ലി വെളുത്ത ഉള്ളി, 1 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതൊന്ന് അരഞ്ഞ് കിട്ടാവുന്ന അത്ര വെള്ളം കൂടി ഒന്ന് ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നല്ലതുപോലെ ഇതൊന്ന് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ചക്ക എന്തായെന്ന് നോക്കാം. നമ്മുടെ ചക്ക ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ കയ്യിൽ ഉപയോഗിച്ച് തന്നെ നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഞാനിവിടെ നല്ലതുപോലെ ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഇളക്കിയതിന് ശേഷം ഇത് ചൂടായി തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള കടുക് പൊട്ടിച്ചൊഴിക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് കടുക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങയൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ബ്രൗൺ കളറായി വരുമൊന്നും വേണ്ട. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയിൽ മൂപ്പിച്ച ഈ തേങ്ങ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചക്കക്കൂട്ടാന് നൽകുന്നത്. ഇപ്പോൾ ദാ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ചക്കക്കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലവണ്ണം ചൂടായി തിളയൊക്കെ ഒന്ന് വരുന്നുണ്ട്. ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചക്കക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.